വിനീത വിജി ജന്തർ മന്ദറിലെ പ്രതിഷേധ സ്ഥലത്ത് ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല എന്ന രീതിയിലുള്ള വാർത്ത വിനീത റിപ്പോർട്ട് ചെയ്യുന്നു. അനുമതി പോലീസിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാധ്യമങ്ങൾ ഉൾപ്പെടെ ബാരിക്കേഡുകളുടെയും മെറ്റൽ ഡിറ്റക്ടറുടെയും പുറത്ത് നിർത്തിയിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകരെയും തടഞ്ഞിട്ടുണ്ട്. ഉടൻ പ്രവേശിപ്പിക്കാമെന്നൊക്കെ പോലീസ് പറയുന്നുണ്ടായിരുന്നു. അനുമതി കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ് സ്ഥിതി എന്നറിയാൻ ജന്തർ മന്ദറിൽ ഇപ്പോൾ നമ്മുടെ പ്രതിനിധി വിനീത വിജിയുണ്ട്. വിനീത, അവിടെ മൈക്ക് പിടിക്കാനൊക്കെ അല്പം പാടുപെടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇത് ക്യാമറമാനും പെടാപ്പാട് പെടുകയാണ്. പറയൂ വിനീത. പാർട്ടികൾ കൂട്ടത്തോടെ പുറത്തിറങ്ങിയതോടെ അവർക്ക് സുരക്ഷ ഒരുക്കുന്ന വലിയ പോലീസ് നിരയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനപ്പുറം അങ്ങോട്ടേക്ക് പ്രവേശനമില്ല എന്നവർ പറയുന്നുണ്ട്. തുടർന്നാണ് ഇത്തരത്തിലേക്ക് നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള ചില ഉന്തും തള്ളുമൊക്കെ തന്നെ ഉണ്ടായതൊപ്പം തന്നെ അവരുടെ വക്താവ് CJP വക്താവ് കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. അവരെ ബാരിക്കേഡിന്റെ മറുവശത്ത് നിൽക്കണമെന്നാണ് ഇപ്പോൾ പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തുടർന്ന് പ്രവർത്തകരൊക്കെ തന്നെ മറുവശത്തേക്ക് മാറിയിരിക്കുകയാണ്. അവർ പറയുന്നത് അകത്തേക്ക് അവർ പ്രവേശിക്കില്ല. വളരെ സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് എത്തിയതെന്ന് പറയുന്നുണ്ട്. പലരുടെയും കയ്യിൽ പൂക്കളുണ്ട്. ഇങ്ങനെ പൂക്കളൊക്കെയായി എത്തിയ ആളുകളാണ് അവർ. ഇന്ന് രാവിലെയോടുകൂടി തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പ്രതിഷേധത്തിനായി ഇവിടേക്ക് എത്തിയ പ്രവർത്തകരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം ചിലർ അകത്തേക്ക് കയറാൻ ശ്രമിച്ചതൊക്കെ. मैं समझ नहीं पा रहा हूँ आपके परमिशन का देखिए, ये पहली बार हो रहा है कि परमिशन जब इनके लोगों के लिए प्रोटेस्ट करने होते हैं तो बड़ी आसानी से परमिशन नहीं मिला ना। अभी तक परमिशन नहीं मिली है। सौरभ दास जी अंदर गए हैं और जो भी कार्रवाई होगी वो आगे हाईकमान से हमें दिया जाएगा। आप लोग इधर जो आदेश हमारे दीप के भाई जी का होगा वो हम करेंगे। हाँ जी, SK അവർ यहाँ जनव्यापी आंदोलन करेंगे, यहाँ से हटकर नहीं जाएंगे। SK അവർക്ക് അനുവാദം ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അനുകൂലിച്ചെത്തിയ ഒരാൾ പറയുന്നത്. അവരുടെ വക്താവ് പോലീസ് സ്റ്റേഷന് ഉള്ളിലുണ്ട്. അവർ പോലീസുമായി സംസാരിക്കുകയാണ്. ശേഷം പുറത്തേക്ക് ഇറങ്ങി പെർമിഷൻ കിട്ടിയാൽ ജന്തർ മന്ദറിലേക്ക് പോകും. പൂർണ്ണമായും സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിനാണ് എത്തിയത് അടക്കമുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. കയ്യിൽ പുസ്തകമൊക്കെയായി എത്തിയ ആളുകളുണ്ട്. कोलकाता. Yeah. I think the permission has been granted. So that's why I'm here. Let's see how it flows, how it goes throughout the day. The expectation is, as per the agenda, to seek the resignation of the education minister. ജന്തർ മന്ദറിൽ വിവരങ്ങളുമായി ചേർന്ന് പാർട്ടികൾ പ്രതിഷേധിക്കാനായി ഡൽഹിയിൽ ഇറങ്ങിക്കഴിഞ്ഞു. ജന്തർ മന്ദറിലാണ് പ്രതിഷേധം. അതിന് പോലീസിന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞു. അതുപോലെ അഭിജിത്ത് ദീപ്കെ അല്പസമയത്തിനകം പുറത്തേക്ക് വരും. പോലീസ് സന്നാഹത്തോടെയാണ് എയർപോർട്ടിൽ അദ്ദേഹത്തെ പാർലമെന്റ് സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.